കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ രാഷ്ട്രീയ കേരളം ഇപ്പോൾ മറ്റൊരു വലിയ ചർച്ചയിലാണ്. വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമുകളിൽ ഭദ്രമായി ഇരിക്കുമ്പോൾ പുറത്ത് അവകാശവാദങ്ങളുടെ വലിയൊരു പൂരമാണ് നടക്കുന്നത്. ഓരോ മുന്നണിയും അവരുടെ കണക്കുകൂട്ടലുകളിൽ അതിവിശ്വാസത്തിലാണ്. ഭരണം നിലനിർത്തുമെന്നും ചരിത്രം ആവർത്തിക്കുമെന്നുമാണ് CPMൻ്റെ ഉറച്ച വിശ്വാസം. എന്നാൽ മറുഭാഗത്ത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ തിരിച്ചുവരവുണ്ടാകുമെന്നും ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ടെന്നുമാണ് UDFൻ്റെ അവകാശവാദം. ഇതിനിടയിൽ നിരവധി മണ്ഡലങ്ങളിൽ ഇത്തവണ അക്കൗണ്ടുകൾ തുറക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ BJP നിൽക്കുന്നു. മൂന്ന് കൂട്ടർക്കും അവരുടേതായ ന്യായീകരണങ്ങളുമുണ്ട്. ഇതിൽ ഭരണകക്ഷി എന്ന നിലയിൽ CPM നടത്തുന്ന അവകാശവാദങ്ങളെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം. കാരണം ഏത് ഭരണകക്ഷിയും സ്വാഭാവികമായും പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം അതിലുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അവകാശവാദങ്ങളെയാണ്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് അവർ നടത്തുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നത്? പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ വിശ്വസിക്കാൻ കാരണമെന്താണ്? UDFൻ്റെ ഈ വലിയ ആത്മവിശ്വാസത്തിന് പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ വോട്ടിംഗ് ശതമാനമാണ്. വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായ വർധനവാണ് അവരുടെ എല്ലാ അവകാശവാദങ്ങളുടെയും അടിസ്ഥാനം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എക്കാലത്തും നിലനിൽക്കുന്ന ഒരു പൊതുബോധമുണ്ട്. വോട്ടിംഗ് ശതമാനം ഗണ്യമായി വർദ്ധിച്ചാൽ അത് ഭരണവിരുദ്ധ വികാരമാണെന്നും ആ വർദ്ധിച്ച വോട്ടുകൾ മുഴുവൻ പ്രതിപക്ഷത്തിൻ്റെ പെട്ടിയിലാണ് വീഴുകയെന്നും. ഈ ഒരു തിയറിയെ മുൻനിർത്തിയാണ് ഇത്തവണ വലിയൊരു ശതമാനം വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി വീണിട്ടുണ്ടെന്നും അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളും വിശകലനങ്ങളും നടക്കുന്നുണ്ട്. വാർത്താ ചാനലുകളിലെ സായാഹ്ന ചർച്ചകളിലും ഈ വോട്ടിംഗ് ശതമാന കണക്കുകൾ വെച്ചുള്ള കൂട്ടലും കിഴിക്കലുമാണ് പ്രധാന വിഷയം. ഇത്തവണ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്ന് അവർ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ഈ വോട്ടിംഗ് വർദ്ധിച്ചതിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ കാണുന്ന ഈ ശതമാന കണക്കുകൾ സത്യമാണോ എന്നുള്ളതും അതിനൊപ്പം ചോദിക്കേണ്ട ചോദ്യമാണ്. സത്യത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളുടെ എണ്ണം ഇത്തവണ കൂടിയോ, അതോ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം വോട്ടിങ്ങിൽ അലയടിച്ചതുകൊണ്ടാണോ ഈ ശതമാനം ഉയർന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിശദീകരണത്തിലുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകനായ രതീഷ് ചക്രപാണി നൽകിയ ഒരു വിശദീകരണമാണ് ഈ അവകാശവാദങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്നത്. വോട്ടിംഗ് കഴിഞ്ഞ ഉടനെ UDF കേന്ദ്രങ്ങൾ വലിയ ആവേശത്തോടെ പ്രചരിപ്പിക്കുന്ന UDF അനുകൂല മനോഭാവം കേരളത്തിലുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടമാണ് അദ്ദേഹം നടത്തുന്നത്. UDFന് അനുകൂലമായ ഒരു പ്രത്യേക സാഹചര്യമോ സർക്കാരിനെതിരെ അത്ര വലിയൊരു ഭരണവിരുദ്ധ വികാരമോ പ്രകടമല്ലാതിരിക്കുന്ന ഈ സമയത്ത് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വെറും 3% വരുന്ന വർധനവ് കാണിച്ച് തങ്ങൾ ജയിക്കുമെന്ന് UDF അവകാശപ്പെടുന്നത് എങ്ങനെയാണ് ഒരു വലിയ പൊള്ളത്തരമാകുന്നത് എന്ന് അദ്ദേഹം വളരെ ലളിതമായി എന്നാൽ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് യാഥാർത്ഥ്യത്തിലേക്കൊന്ന് നോക്കാം. എന്താണ് ആ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള യഥാർത്ഥ കാരണം? അത് ജനങ്ങൾ കൂട്ടത്തോടെ വന്ന് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വോട്ട് ചെയ്തതുകൊണ്ടാണോ? അല്ല. അവിടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയുടെ പങ്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾ നടന്നിട്ടുണ്ട്. മരണപ്പെട്ടു പോയവർ, സ്ഥലം മാറിപ്പോയവർ, ഇരട്ടിപ്പുള്ള വോട്ടുകൾ എന്നിവയെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായി ഒഴിവാക്കി. രതീഷ് ചക്രപാണി ചൂണ്ടിക്കാണിക്കുന്ന കണക്കുകൾ പ്രകാരം കഴിഞ്ഞ തവണ ഏകദേശം 9 ലക്ഷത്തോളം വോട്ടുകളാണ് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടത്. ഇതിന് പകരമായി പുതുതായി വോട്ടർ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടത് വെറും 2 ലക്ഷത്തോളം വോട്ടുകൾ മാത്രമാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെ. ഇതിനർത്ഥം എന്താണ്? ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ, അതായത് വോട്ടർ പട്ടികയിലെ മൊത്തം എണ്ണത്തിൽ ഏകദേശം 7 ലക്ഷത്തോളം പേരുടെ കുറവ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വോട്ടർമാരുടെ എണ്ണം 2,86,00,000 മുകളിലായിരുന്നുവെങ്കിൽ ഇത്തവണ അത് 2,71,00,000 ചുരുങ്ങി. അതായത് വോട്ട് ചെയ്യാൻ അർഹതയുള്ള ആകെ ആളുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഇനി നമുക്ക് ശതമാന കണക്കിലെ ആ മാജിക് എന്താണെന്ന് നോക്കാം. ശതമാനം എന്നത് എപ്പോഴും ആകെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. ആകെ വോട്ടർമാരുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനം കൂടുതലായി കാണിക്കും. രതീഷ് ചക്രപാണി ഇതിനൊരു മികച്ച ഉദാഹരണം നൽകുന്നുണ്ട്. നമുക്ക് 100 വോട്ടർമാരുള്ള ഒരു ബൂത്ത് സങ്കല്പിക്കാം. കഴിഞ്ഞ തവണ ഈ 100 പേരിൽ 73 പേർ വോട്ട് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ വോട്ടിംഗ് ശതമാനം കൃത്യം 73%. എന്നാൽ ഇത്തവണ വോട്ടർ പട്ടിക പുതുക്കിയപ്പോൾ മരിച്ചുപോയവരും നാടുവിട്ടു പോയവരുമായ 10 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോൾ ആ ബൂത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 90 ചുരുങ്ങി.
ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ വന്ന അതേ 73 പേർ തന്നെയാണ് വോട്ട് ചെയ്യാൻ വന്നത്. പുതുതായി ഒരാൾ പോലും വോട്ട് ചെയ്യാൻ അധികം വന്നിട്ടില്ല. വോട്ട് ചെയ്തവരുടെ എണ്ണം പഴയ അതേ 73 തന്നെ. പക്ഷേ ഇപ്പോൾ ശതമാനം കണക്കാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 73 വോട്ടുകൾ കണക്കാക്കുന്നത് 100-ൽ നിന്നല്ല, മറിച്ച് 90-ൽ നിന്നാണ്. അപ്പോൾ 90-ൽ 73 പേർ വോട്ട് ചെയ്യുമ്പോൾ വോട്ടിംഗ് ശതമാനം ഒറ്റയടിക്ക് 78%-ഓ അതിന് മുകളിലോ ആയി കുതിച്ചുയരും. കഴിഞ്ഞ തവണത്തേക്കാൾ 5%-ലധികം വർധനവ്. സത്യത്തിൽ അവിടെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ വന്നോ? ഇല്ല. കഴിഞ്ഞ തവണ വന്ന അതേ ആളുകൾ തന്നെയാണ് ഇത്തവണയും വന്നത്. എന്നാൽ ആകെ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് മാത്രം ശതമാന കണക്കിൽ വലിയൊരു വർധനവ് രേഖപ്പെടുത്തി എന്ന് മാത്രം. ഇതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത്. അടിസ്ഥാനപരമായി വോട്ട് ചെയ്ത ജനങ്ങളുടെ എണ്ണത്തിൽ വലിയൊരു കുതിച്ചുചാട്ടമൊന്നും ഉണ്ടായിട്ടില്ല. പകരം വോട്ടർ പട്ടികയിലെ ആകെ എണ്ണം കുറഞ്ഞതിൻ്റെ ഒരു ഗണിതശാസ്ത്രപരമായ പ്രതിഫലനം മാത്രമാണ് ഈ ഉയർന്ന വോട്ടിംഗ് ശതമാനം. അടിസ്ഥാന ഗണിതം പോലും അറിയാതെ, അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ മെനക്കെടാതെയാണ് മാധ്യമങ്ങൾ വോട്ടിംഗ് ശതമാനം വൻതോതിൽ വർദ്ധിച്ചുവെന്നും അത് വലിയ ഭരണവിരുദ്ധ തരംഗമാണെന്നും വാർത്തകൾ പടച്ചുവിടുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് വെറുമൊരു ശതമാനക്കണക്കിൻ്റെ വർധനവ് കാണിച്ച് UDF തങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് അവകാശപ്പെടുന്നത്. ഗ്രൗണ്ടിൽ UDFന് അനുകൂലമായ ഒരു തരംഗവുമില്ല. സർക്കാരിനെതിരെ ജനങ്ങൾ ഇളകി മറിഞ്ഞ് വോട്ട് ചെയ്യാനും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർ ജയിക്കുക? ഈ ചോദ്യമാണ് രതീഷ് ചക്രപാണി അടക്കമുള്ളവർ ഉയർത്തുന്നത്. 1% വർധനവിന് പിന്നിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയുള്ള ഇത്തരം അവകാശവാദങ്ങൾ തികഞ്ഞ പൊള്ളത്തരമാണെന്ന് വ്യക്തമാവുകയാണ്. രാഷ്ട്രീയം വെറും വികാരങ്ങളല്ല, കൃത്യമായ കണക്കുകളുടെ കളി കൂടിയാണ്. വോട്ടിംഗ് മെഷീനുകൾ തുറക്കുന്ന ആ ദിവസം വരാനിരിക്കുന്നതേയുള്ളൂ. കടലാസിലെ കണക്കുകളിൽ ശതമാനം കൂടിയെന്ന് കരുതി അത് ബാലറ്റ് പെട്ടിയിലെ യഥാർത്ഥ വോട്ടായി മാറണമെന്നില്ല. മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഈ ശതമാനക്കണക്കിൻ്റെ കുമിളകൾ വോട്ടെണ്ണൽ ദിനത്തിൽ പൊട്ടിത്തകരുന്നത് കാണാൻ ഒരുപക്ഷെ നമ്മൾ സാക്ഷിയാകേണ്ടി വരും. കാരണം അക്കങ്ങൾ കള്ളം പറയില്ല. പക്ഷേ അക്കങ്ങളെ വച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വ്യാമോഹങ്ങൾ വലിയ കള്ളങ്ങളാകാം. കാത്തിരിക്കാം. വലിയ ദിവസങ്ങളൊന്നുമില്ലല്ലോ, ഒരു 2 ആഴ്ച. ആ വലിയ യാഥാർത്ഥ്യം പുറത്തു വരുന്ന വോട്ടെണ്ണൽ ദിവസം വരാൻ.